കൊച്ചിന് എന്ത് പറ്റിയ? ഞാൻ നേഴ്സായിരുന്നു. എനിക്ക് ബ്ലഡിൽ SLE എന്ന് പറഞ്ഞൊരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് കിഡ്നിക്ക് ബാധിച്ചു. കിഡ്നി ഫെയിലായി, യൂറിയ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂടാണെങ്കിൽ കിഡ്നി മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൂടുതലായിട്ട് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ഹിപ്പിന് കംപ്ലൈൻ്റ് ആയി. ഹിപ്പിന് എന്താ പറ്റിയെന്ന് അറിയില്ല, നടക്കാണ്ടായി കിടന്ന കിടപ്പായി. എത്ര നാളായിട്ട് ഹിപ്പിന് ബലം നഷ്ടപ്പെട്ട് കിടപ്പായി? 3 വർഷം. 3 വർഷമായിട്ട് ഈ മകൾ കിടപ്പിലായിരുന്നു. നീനു. നീനു. നീനു, പേര് നീനു. കുനിയട്ടെ, യേശുവിന്റെ നാമത്തിൽ കുനിയട്ടെ, നിവർന്നേ, കുനിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോളെ ഓടിക്കേ. ഞാൻ നേഴ്സായിരുന്നു, ബാംഗ്ലൂരായിരുന്നു. ജോയിൻസിന് വേദന വന്നുകൊണ്ട് പനി ഒന്നും നിൽക്കണില്ല. അങ്കമാലിലേക്ക് പോന്നു. അവിടെ വെച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ പോസിറ്റീവ് വന്നു. അപ്പോൾ SLE എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കിഡ്നിക്ക് ബാധിച്ചിരുന്നു. അത് പോരാത്തതിനും ഞാൻ 41 കിലോ ഉണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ ദിവസം കൊണ്ട് 62 കിലോ ആയി കൂടി. ശരീരം മൊത്തം നീര് വെച്ചു. ഒരു കട്ടിലിനോട് ഇതായി. ഡോക്ടർ പറഞ്ഞു സീരിയസ് ആണ്, ആളെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അങ്ങനെ 62 പാക്കറ്റ് പ്ലാസ്മയോട് ശരീരത്തിൽ കയറ്റി. അവിടെ വെച്ച് കുറവില്ലാണ്ടായപ്പോൾ ഞങ്ങൾ അമൃതയിലേക്ക് പോയി. അവിടെ ചെന്ന് കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. കുറവായി. അവിടെ വെച്ച് MRI സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹിപ്പിന് AVN പറഞ്ഞ ഒരു അസുഖമാണ്. അതുപോലെ തന്നെ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. 3 ലക്ഷം രൂപ ചിലവാകും. ഈ 2 പ്രാവശ്യം, അതായത് കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്തതാ. അപ്പോൾ പനിയൊക്കെ വന്നതുകൊണ്ട് അത് മുടങ്ങിപ്പോയി. ഈ കഴിഞ്ഞ മാസം 13-ാം തീയതി ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു, അതും മുടങ്ങി. നീ ഇവിടെ വന്ന് ധ്യാനം കൂട്, അപ്പം നിന്റെ അസുഖമൊക്കെ ദൈവം എടുത്ത് മാറ്റൂ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരണം. എനിക്കറിയില്ല ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്, ഒന്നും അറിയത്തില്ല. ഒന്ന് ഇരുന്നിരുന്നിട്ടെ കാൽപാദത്തെ ഇരുന്നിട്ടെ. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടില്ല. വർഷമായി മുട്ടുകുത്തിയിട്ടില്ല, ഇരുന്നിട്ടില്ല. എനിക്കത് ബാത്റൂമിൽ പോകാൻ പോലും പറ്റില്ല. ജന്മത്ത് ഇനി ഓപ്പറേഷൻ ചെയ്താൽ പോലും എന്നോട് നിലത്തിരിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. കാലേറ്റ് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു താല്പര്യം ഉണ്ടായാലും ഓപ്പറേഷൻ ചെയ്യാൻ. കാരണം ഞാനൊരു നേഴ്സാറുകൊണ്ട് എനിക്ക് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ചെയ്യണമെന്ന് ഒരു താല്പര്യം ഉണ്ടായില്ല. ദൈവം എന്നെ കൈവിടില്ല. ഇവിടെ വന്ന് എനിക്ക് സൗഖ്യം തരാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞു. ഒറ്റയ്ക്കാണ് ഞാൻ വന്നത്. എൻ്റെ വീട്ടുകാരും എൻ്റെ കൂടെ ഇല്ല. അടുത്തുള്ള ചേച്ചിയുടെ കൂടെ ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ വന്നു. ഞാൻ അവിടെ കിടന്നോളാം, ചേച്ചി ഇടയ്ക്ക് വന്ന് എന്നെ സഹായിച്ചാൽ മതി എന്ന് പറഞ്ഞ് ചേച്ചിനോട് ഫ്രണ്ട് എഴുതിച്ച് ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് കിടന്നത്. ഇത് എത്ര വലിയൊരു അത്ഭുതമാണ് കർത്താവ് ചെയ്തത്. ഓപ്പറേഷൻ 3 ലക്ഷം രൂപ അല്ലേ? 3 ലക്ഷം രൂപ ഓപ്പറേഷൻ പറഞ്ഞിരുന്ന കാലുകളാണ്. ഇത് ഒറ്റ നിമിഷം കൊണ്ട് കർത്താവ് എഴുതിപ്പിച്ചു വിട്ടു. 3 വർഷമായിട്ട് കിടപ്പരുന്നല്ലേ? അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ മുടങ്ങി പോവായിരുന്നു. ഇതുവരെ പൈസ ഒന്നും പിന്നെ ശരിയായിട്ടില്ല. ഇപ്പോൾ ഡോക്ടർ കൊണ്ട് കാശ് ശരിയായിട്ട് മാത്രമേ ഡേറ്റ് ഫിക്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഞാനിവിടെ ധ്യാനം കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ പ്രോട്ടീൻ എന്ന് പറഞ്ഞ ശരീരത്തിൽ കൂടെ പോയോണ്ടിരുന്നത് കർത്താവ് തന്നെ അത് എടുത്തു മാറ്റി. എനിക്ക് പുതിയ 2 കിഡ്നി ദൈവം തന്നു. 2 വർഷമായിട്ട് ഇതുവരെ പ്രോട്ടീൻ എന്ന് പറഞ്ഞ സാധനം എൻ്റെ കിഡ്നിന്ന് പോയിട്ടില്ല. ഡോക്ടർ അതിനുള്ള സർട്ടിഫിക്കറ്റും എനിക്ക് എഴുതി തന്നു. കരമടിച്ചു കർത്താവിന് നന്ദി പറയാം. SLE എന്ന് പറഞ്ഞ കംപ്ലൈൻറ്റ് ശരിക്കും പറഞ്ഞാൽ അത് ഒരുപാട് പേർക്ക് വരുന്ന ഒരു അസുഖമല്ല, റെയർ ആയിട്ടുള്ള ഒരു അസുഖം. അതങ്ങനെ മാറുമൊന്നുമില്ല. പക്ഷേ എനിക്കത് 99% കൺട്രോൾഡായി. ഇതുവരെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വീട്ടിൽ ആരൊക്കെ? എനിക്ക് അപ്പച്ചനും അമ്മച്ചി, ഒരനിയൻ. സന്തോഷം. ഇനി അതിൻ്റെ പറ്റും ഇനി ചെന്നിട്ട് വേണം ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഇതൊന്ന് കാഴ്ച കൊടുക്കാൻ. ഈശോയ്ക്ക് നന്ദി.